ലോകം ഇന്ന് വലിയൊരു ഭയത്തിന്റെ നിഴലിലാണ്. പശ്ചിമേഷ്യയിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ ഒട്ടും ശുഭകരമല്ല. ഒരു വശത്ത് ഇസ്രായേലും അമേരിക്കയും ചേർന്ന് നടത്തുന്ന ആക്രമണങ്ങൾ, മറുവശത്ത് ഇറാന്റെ ശക്തമായ തിരിച്ചടി. ഇതിനിടയിൽ പെട്ടുലയുന്നത് ലോകത്തിന്റെ സമാധാനമാണ്. പശ്ചിമേഷ്യ വീണ്ടും അഗ്നിക്കിരയായി മാറുകയാണ്. അമേരിക്ക ഇസ്രായേൽ സംയുക്ത ആക്രമണങ്ങൾ ഇറാന്റെ ഹൃദയഭാഗത്ത് തന്നെ പതിക്കുമ്പോൾ ലോകരാഷ്ട്രീയത്തിൽ ഭീതിയും അനിശ്ചിതത്വവും വ്യാപിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ റഷ്യയുടെ കഠിന പ്രതികരണം സംഘർഷത്തിന് പുതിയ ആഴം കൂട്ടുകയാണ്. ഒരു പരമാധികാര രാജ്യത്തിന്റെ നേതാക്കളെ ലക്ഷ്യമിട്ട് നടത്തുന്ന ആക്രമണങ്ങൾ അംഗീകരിക്കാനാകില്ല. ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവിന്റെ ഈ വാക്കുകൾ വെറും നയതന്ത്ര പ്രതികരണമല്ല, മറിച്ച് ലോകശക്തികൾക്ക് നേരെയുള്ള തുറന്ന മുന്നറിയിപ്പാണ്. ഈ അന്താരാഷ്ട്ര പ്രതികരണങ്ങൾക്ക് പിന്നിലെ പ്രധാന കാരണമാണ് ഇറാന്റെ ശക്തനായ നേതാവായ അലി ലാരിജാനിയുടെ മരണം. ഇറാനിൽ നടന്ന വ്യോമാക്രമണത്തിൽ ലാരിജാനിയും അദ്ദേഹത്തിന്റെ മകനും സുരക്ഷാ ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടു. ഈ ആക്രമണം സാധാരണ സൈനിക നീക്കമല്ലെന്ന സൂചന നൽകുന്നു. അലി ലാരിജാനി എന്ന പേര് ഇറാനിലെ അധികാര ഘടനയുടെ കേന്ദ്രബിന്ദുവായിരുന്നു. മുൻ പാർലമെന്റ് സ്പീക്കർ, ആണവ ചർച്ചകളിലെ മുഖ്യ ചർച്ചാകർത്താവ്, ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ തലവൻ. അദ്ദേഹത്തിന്റെ ഓരോ നിലപാടും ഇറാന്റെ ഭാവി നിർണയിച്ചവയായിരുന്നു. രാജ്യത്തിന്റെ സൈനിക തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹത്തിന്റെ സ്വാധീനം വൻതോതിലായിരുന്നു. അത്തരമൊരു നേതാവിന്റെ വധം ഒരു വ്യക്തിയുടെ നഷ്ടമല്ല, അതൊരു രാജ്യത്തിന്റെ ശക്തിക്കുൾ നേരിട്ടിട്ടുള്ള പ്രഹരമാണ്. ഇസ്രായേൽ പ്രതിരോധ സേന, പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ്, പിന്നീട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്നിവരുടെ സ്ഥിരീകരണത്തോടെ ആക്രമണം ആസൂത്രിതമായതാണെന്ന സംശയം കൂടുതൽ ശക്തമായി. ഇറാനും പിന്നീട് ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ഇതോടൊപ്പം ബാസിജ് കമാൻഡർ ഖോലം റേസ സോൾട്ടാനിയുടെ മരണവും ഇറാന്റെ സുരക്ഷാ സംവിധാനത്തിന് വലിയ തിരിച്ചടിയായി മാറി. ഇറാന്റെ ഭരണസിരാ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുള്ള കൃത്യമായ പ്ലാനിംഗ് ഇതിന് പിന്നിലുണ്ടെന്ന് വ്യക്തം. ഇവിടെയാണ് റഷ്യയുടെ ഇടപെടൽ പ്രസക്തമാകുന്നത്. ലോകത്തെ വിറപ്പിക്കുന്ന ഒരു മഹാശക്തി എന്ന നിലയിൽ റഷ്യ ഇതിനോട് വളരെ കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത്. ഒരു പരമാധികാര രാജ്യത്തിന്റെ നേതാക്കളെ തിരഞ്ഞെടുത്ത് വധിക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്ന ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവിന്റെ വാക്കുകൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനും നൽകുന്ന വലിയൊരു മുന്നറിയിപ്പാണ്. രാജ്യാന്തര നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇത്തരം ആക്രമണങ്ങൾ തുടരുന്നത് വലിയൊരു ആഗോള യുദ്ധത്തിലേക്ക് വഴിവെക്കുമെന്ന് റഷ്യ ഭയപ്പെടുന്നു. അമേരിക്കയുടെ നിലപാടുകളെ വിമർശിച്ചുകൊണ്ട് റഷ്യ പറയുന്നത് ഇത്തരം ഏകപക്ഷീയമായ സൈനിക നീക്കങ്ങൾ ലോകത്തെ കൂടുതൽ അസ്ഥിരമാക്കുമെന്നാണ്. സമാധാനം പറയുന്നവർ തന്നെ ആയുധങ്ങളായി മറ്റൊരു രാജ്യത്തിന്റെ ഹൃദയഭാഗത്തേക്ക് കടന്നു കയറുന്നത് ന്യായീകരിക്കാനാവില്ല. റഷ്യയുടെ ഈ നിലപാട് ഇസ്രായേലിനും അമേരിക്കയ്ക്കും മേൽ വലിയ നയതന്ത്ര സമ്മർദ്ദമാണ് ഉണ്ടാക്കുന്നത്. ഇറാനിലെ ജനങ്ങൾ ഇന്ന് തെരുവിലാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കളുടെ വേർപാടിൽ അവർ വികാരാധീനരാണ്. പ്രതികാരം എന്ന ഒരൊറ്റ മുദ്രാവാക്യം മാത്രമാണ് അവിടെ മുഴങ്ങുന്നത്. പുതിയ പരമോന്നത നേതാവ് ആയത്തുള്ള മുജ്തബ ഖമേനി കൂടി തിരിച്ചടി നൽകുമെന്ന് പ്രഖ്യാപിച്ചതോടെ സാഹചര്യം കൂടുതൽ ഭീകരമായിരിക്കുകയാണ്. നമ്മൾ ആലോചിക്കേണ്ട പ്രധാന കാര്യം ഇതാണ്: യുദ്ധം കൊണ്ട് ആർക്കാണ് ഗുണം? സൈനിക നീക്കങ്ങൾ തുടരുമ്പോൾ നഷ്ടപ്പെടുന്നത് സാധാരണക്കാരുടെ ജീവിതമാണ്. ഒരു ചെറിയ തെറ്റായ തീരുമാനം മതി ലോകത്തെ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് തള്ളിയിടാൻ. റഷ്യ മുന്നോട്ട് വെച്ച സമാധാന ചർച്ചകളുടെ വഴിയിലേക്ക് ലോകശക്തികൾ എത്രയും വേഗം വരികയാണ് വേണ്ടത്. വെടിയൊച്ചകൾ നിലയ്ക്കുകയും നയതന്ത്ര ചർച്ചകൾ വിജയിക്കുകയും ചെയ്തില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ നമ്മൾ കാണാനിരിക്കുന്നത് ലോക ചരിത്രത്തിലെ തന്നെ കറുത്ത അധ്യായങ്ങളായിരിക്കും.